എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ പറഞ്ഞതാണ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ബോർഡർ ട്രേഡ്, ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ ഐശ്വര്യ സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, ആദ്യമായതുകൊണ്ട് നമുക്ക് കുറേ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തെ സെഷൻ ആകുമ്പോഴത്തേനും വി വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് അപ്പ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കൺട്രിക്ക് പുറത്തേക്ക്, കൺട്രിയുടെ ടെറിട്ടോറിയൽ ബൗണ്ടറിക്ക് പുറത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും, ലൈക്ക് ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്, ഒരു കൺട്രിയുടെ ക്രോസ് ബോർഡർ നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇവല്യൂഷനാണ് നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇന്റർനാഷണൽ ബിസിനസ് ഓവർ ദി ടൈം പീരീഡിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ 2020 നോക്കുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ബേസിക്സ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു, അതോടൊപ്പം തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ബിസിനസ് ഇന്ന് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഇത്രയും ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി നമുക്കൊന്ന് പുറകോട്ട് പോകാം. വിൽ ബി സ്റ്റാർട്ടിങ് ദി സെഷൻ ഫ്രം 1850s. ഓക്കെ, 1850s വരെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു സിനാരിയോ അത്രയും ഡെവലപ്ഡോ ഇവോൾവ്ഡോ ആയിരുന്നില്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, ബിക്കോസ് നിങ്ങളുടെ അടുക്കളയിൽ ചീനച്ചട്ടിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്ത് ചീനവല കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അതിന് മുമ്പേ ഉള്ളതാണ്. ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇന്റർനാഷണൽ ബിസിനസ് ഒന്നും ഇവോൾവ് ചെയ്തിട്ടില്ല. 1857 ആവുമ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാപ്പൻ ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ബേസിൽ, അതിനു മുമ്പ് അഗ്രേറിയൻ ആയിരുന്ന ഇക്കോണമീസ് എല്ലാം അഗ്രേറിയനിൽ നിന്നും ഇൻഡസ്ട്രിയലൈസ്ഡ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് മാറുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ വീണ്ടും ഒരു മറ്റൊന്നിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് മറ്റൊരു മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഇൻഡസ്ട്രിയലൈസേഷൻ വഴി നമ്മൾ ചെയ്യുന്നത്. സോ ഇതുവരെ ഫാമർ ആയിരുന്ന ഇൻഡിവിജ്വൽ ഇനി അങ്ങോട്ടേക്ക് ഇരിക്കാൻ പോകുന്നത് എന്തോ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ. ഓക്കെ, അഞ്ജിത വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. വേറെ ആർക്കെങ്കിലും ആ ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആണ്, കേൾക്കാം. ഓക്കെ ഫൈൻ. സോ നമ്മൾ പറഞ്ഞത് 1856 ആണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാപ്പൻ ചെയ്തു നമ്മൾ പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം നിങ്ങൾ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം. മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം കമന്റ് ഇടുവാണെങ്കിൽ കമന്റ് ഇട്ട് നോക്കോളൂ. അല്ലാതെ മൈക്കിൽ നിങ്ങൾ സംസാരിക്കുന്ന, ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഓഡിയോ ചെല്ലും. സോ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ പറയുന്നത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഐശ്വര്യ, വാട്ട് ഹാപ്പൻഡ്? ഐശ്വര്യ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേക്കുക. മൈക്ക് ഓഫ് ചെയ്യുക, വീഡിയോ നിങ്ങൾ ഓഫ് ചെയ്തു. അതിനുശേഷം പ്രസന്റേഷൻ നിങ്ങൾ കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, ഐശ്വര്യ ഡോണ്ട് ക്ലിക്ക് പ്രസന്റ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിവേ കണ്ടിന്യൂ ചെയ്യാം. സോ ഈ ഫസ്റ്റ് ടൈം, ഈ ഫസ്റ്റ് സിനാരിയോ, അതായത് 1856 ശേഷമുള്ള ടൈം പീരീഡ്, ഇനീഷ്യലി ത്രൂ ഔട്ട് നമ്മൾ ഓർക്കുക, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കമ്പനീസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സ് വിറ്റഴിക്കാൻ വേണ്ടി മാർക്കറ്റുകൾ തേടണം. അങ്ങനെ മാർക്കറ്റുകൾ അന്വേഷിച്ച് സ്വന്തം ടെറിട്ടോറിയൽ ബൗണ്ടറിക്ക് പുറത്തും മാർക്കറ്റുകൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ പുതിയ മാർക്കറ്റ് അന്വേഷിച്ചുള്ള പോക്കാണ്
പിന്നീട് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടേമായിട്ട് ഇവോൾവ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്ലോബലൈസേഷൻ നമ്മൾ കാണുന്നത് 1780 കൂടിയാണ്. 1870 കൂടിയാണ്. ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയതാണ്. 1870, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1800 ആണ്. 1870 കൂടിയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്ലോബലൈസേഷൻ കാണുന്നത്. പക്ഷേ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാന ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇത്തരത്തിൽ ഇതുവരെ ഗ്ലോബലൈസ്ഡ് അല്ലാത്തൊരു രാജ്യം ഗ്ലോബലൈസ്ഡ് ആകുമ്പോൾ വരാവുന്ന പ്രധാന പ്രശ്നം, ഗ്ലോബലൈസ്ഡ് ആകുമ്പോൾ വരുന്ന മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നടത്തുകയാണ്. ട്രാൻസാക്ഷൻ എങ്ങനെ? അതായത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്താം. വെൻ ഇറ്റ് കംസ് ടു അനദർ കൺട്രി അവരെങ്ങനെ ട്രാൻസാക്ഷൻ നടത്തും എന്നുള്ളതാണ് മേജർ ഇഷ്യൂ ആയിട്ട് അന്ന് മുന്നിൽ വന്നത്. അന്നത്തെ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി അവരൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനു മുമ്പ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ, ബാർട്ടർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, ആ പ്രൊഡക്റ്റിന് പകരമായിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നു. ചിലപ്പോൾ ചക്ക കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നത് ഒരു കുതിരയായിരിക്കും. സോ മാച്ചിങ് അങ്ങനെ വരുമ്പോൾ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന അതിന്റെ വാല്യൂവിൽ മറ്റൊരു പ്രൊഡക്റ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ആ ഇഷ്യൂ അവോയ്ഡ് ചെയ്തിട്ട് മറ്റൊരു ബെറ്റർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗ്ലോബലൈസേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കറൻസി കൺവേർട്ട് ചെയ്തേ പറ്റൂ. ഇങ്ങനെയുള്ള ഒരു കറൻസി കൺവേർഷന് അന്ന് കണ്ടെത്തിയ വഴിയാണ് ഗോൾഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. 1870 തൊട്ട് 1915 വരെ നമ്മളുടെ വേൾഡ് ഇന്റർനാഷണൽ ബിസിനസ്സിന് വേണ്ടി ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് നമ്മുടെ കറൻസിയെ, ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിനെ നമ്മൾ അമേരിക്കയായിട്ട് ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഒരു ഔൺസ് ഗോൾഡിന് 15 ഇന്ത്യൻ റുപ്പിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. US ഡോളറിൽ $1 ഉപയോഗിച്ചുകൊണ്ട് ഒരു ഔൺസ് ഗോൾഡ് കിട്ടുമെങ്കിൽ $1 is equal to 15 ഇന്ത്യൻ റുപ്പീസ്. മനസ്സിലായോ? ഒരു ഔൺസ് ഗോൾഡ് എടുക്കുക. ആ ഒരു ഔൺസ് ഗോൾഡ് മേടിക്കണമെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ നിന്നും 15 രൂപ കൊടുക്കണം. അതേ ഒരു ഔൺസ് ഗോൾഡിന് അമേരിക്കയിൽ US ഡോളർ ഉപയോഗിച്ചുകൊണ്ട് $1 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഔൺസ് ഗോൾഡ് മേടിക്കാമെങ്കിൽ $1 is equal to 15 ഇന്ത്യൻ റുപ്പീസ്. ഈ സിസ്റ്റമാണ് നമ്മൾ ആദ്യം നിലനിന്നിരുന്നത്. അതിനെയാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ ഇന്റർനാഷണൽ ബിസിനസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ ഇന്റർനാഷണൽ ബിസിനസ്സും ഗ്ലോബലൈസേഷനും പാരലലി യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് രണ്ടും ഒരു കോയിന്റെ രണ്ട് സൈഡാണ്. ഗ്ലോബലൈസേഷൻ ഇല്ലാതെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അതിന്റെ ഏറ്റവും ബേസിലേ നിൽക്കുള്ളൂ. ഇതിന്റെ വളർച്ച ഉണ്ടാവണമെങ്കിൽ ഗ്ലോബലൈസ്ഡ് ഇക്കോണമി ആയിരിക്കണം. സോ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് 1870 to 1915, ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോണിറ്ററി എക്സ്ചേഞ്ച് സിസ്റ്റമാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. സോ 1 ഔൺസ് ഗോൾഡ് എടുക്കുന്നു, ആ ഗോൾഡിന് ഇന്ത്യൻ റുപ്പി എത്രയാന്ന് നോക്കുന്നു, അതേ ഗോൾഡിന് അമേരിക്കയിലെ US ഡോളർ എത്രയാന്ന് നോക്കുന്നു. സോ $1 is equal to ഇന്ത്യൻ റുപ്പി. ഈ ഒരു കൺവേർഷൻ സ്റ്റാൻഡേർഡ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷേ ഈ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മളുടെ വേൾഡ് ചേരിയായിട്ട് തിരിഞ്ഞിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. മൈ ബി ഹേർഡ് അബൌട്ട് ഫസ്റ്റ് വേൾഡ് വാർ. ഈ ഫസ്റ്റ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്യുന്നത് 1914 to 1919 ആണ്. നമ്മൾ പറഞ്ഞു ഗോൾഡ് സ്റ്റാൻഡേർഡ് എൻഡ് ചെയ്യുന്നത് 1915 എന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്യുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ ലോകം 2 ചേരിയായിട്ട് തിരിയുന്നു. ഇവർ പരസ്പരം മീൻസ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാം, ഇക്കണോമിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാം, ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകാം. ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആവശ്യം, എല്ലാ രാജ്യത്തിനും ആവശ്യം കറൻസി അല്ല, ഫൈറ്റ് ചെയ്യാൻ വെപ്പണാണ്. സോ ഈ ഒരു ടൈം പീരീഡിൽ മാസ് വെപ്പണൈസേഷൻ ഹാപ്പൻ ചെയ്തു. അതായത് എല്ലാവരും പുറകെ പോയത് വെപ്പണിന്റെയാണ്. ആർക്കും കറൻസി കൺവേർട്ട് ചെയ്യാനോ ഗോൾഡ് മേടിക്കാനോ ഇൻട്രസ്റ്റ് ഇല്ലാതെ. സോ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഗോൾഡ് പ്ലേ ചെയ്തിരുന്ന റോൾ വൈറ്റലായിരുന്നു. ഗോൾഡ് ആരും മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൂല്യം പതുക്കെ കുറയും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ആരും ഗോൾഡിലേക്ക് കറൻസി കൺവേർട്ട് ചെയ്യാൻ തയ്യാറാവില്ല. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്സിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫെയിൽ ആകാനുള്ള റീസൺ. ക്ലിയർ? 1915 വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നു. വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫെയിലായി. പിന്നീട് സംഭവിച്ചത് വേൾഡ് വാർ എൻഡ് ചെയ്യുമ്പോൾ ഒരു മേജർ വാറാണ് നടക്കുന്നത്.
ലോകം തന്നെ രണ്ട് ചേരിയാണ്. ഇനി അങ്ങോട്ടേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവരുത്, ഇനിയൊരു വാറും കൂടി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നും മനസ്സിലാക്കി മുന്നോട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഓർഗനൈസേഷന്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ്. 1920 ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തു. ഈ ലീഗ് ഓഫ് നേഷൻസിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഹിസ്റ്റോറിക്കൽ സൈഡിലേക്ക് അധികം പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ബോഡിയാണ് ഇനി അങ്ങോട്ടേക്ക് യുദ്ധം ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടിയിരുന്നത്. ഓക്കെ, അതിനു വേണ്ടിയുള്ള ഒരു ഇക്കോണമിക്കൽ ഇക്കോണമിക്കൽ ബേസിലുള്ള ഫോറം ക്രിയേറ്റ് ചെയ്യാനോ ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ലീഗ് ഓഫ് നേഷൻസ് സാധിച്ചില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ബൈൻഡിങ് ബോഡി. അവരുടെ ഡിസിഷൻസ് ഒന്നും ഒരു കാരണവശാലും മറ്റുള്ളവരെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡിയും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ആയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ഹിസ്റ്ററിയിൽ നിന്ന് ഓർക്കുക. കണ്ടിന്യൂ ചെയ്യുന്നു. 1919 ശേഷം സെക്കൻഡ് വേൾഡ് വാർ വരെ ഉള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ഇന്റർ വാർ പീരീഡ് എന്ന് പറയുന്നത്. 1919 ടു സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന 1939, 1919 ടു 1939 ഈ ടൈം പീരീഡിനെയാണ് ഇന്റർ വാർ പീരീഡ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ആസ് എ കൊമേഴ്സ് ഗ്രാജുവേറ്റ് നമ്മൾ അറിയേണ്ട ഒരു പ്രധാന ഇഷ്യൂ ഉണ്ടല്ലോ. ഇറ്റ്സ് കോൾഡ് ദി ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഹാപ്പൻ ചെയ്യുന്നത് ഈ ടൈം പീരീഡിലാണ്. എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ? സോ ഹാപ്പൻ ചെയ്തതാണ് ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നു. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു സിനാരിയോ ഇല്ല, മുമ്പത്തെ പോലെയല്ല. മുമ്പ് അഗ്രേറിയൻ ഇക്കോണമി ആയിരുന്നു. ഇപ്പോൾ വേൾഡ് മൊത്തം പതുക്കെ ഒരു ഗ്ലോബലൈസ്ഡ് മാർക്കറ്റായി മാറുവാണ്. സോ ഒരു കൺട്രിയിലെ നെഗറ്റീവ്, ഒരു കൺട്രിയിലെ ഇക്കോണമിയിലുള്ള പരാജയം മറ്റൊരു കൺട്രിയെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഇവിടെ ഇന്റർനാഷണൽ ട്രേഡ് നടന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഇക്കോണമിയെ കൂടി അത് ബാധിക്കും എന്നുള്ള സിനാരിയോയാണ്. ഓക്കെ, സോ ഇന്റർനാഷണൽ ട്രേഡ് in between 1919 to 1939 was almost zero. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു സിനാരിയോ ഇല്ല, ആരും ട്രേഡ് ചെയ്യാൻ തയ്യാറുമല്ല, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു ബോഡിയും ഇല്ല. ഇന്റർനാഷണൽ കറൻസി ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇനിയില്ല, പുതിയൊരു കറൻസി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു പോയിന്റിൽ വേൾഡ് ട്രേഡ് നടത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? അതാണ് നടന്നത് 1929. ദാറ്റ് ഇസ് കോൾഡ് ഗ്രേറ്റ് ഡിപ്രഷൻ. സോ ഗ്രേറ്റ് ഡിപ്രഷൻ ഹാപ്പൻ ചെയ്യുന്നു. ലോകത്ത് മൊത്തം വരൾച്ച, ദാരിദ്ര്യം, മരണം, സോ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്യൂസ് എല്ലാം നടക്കുന്നു. ദെൻ 1939 നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തെ സിനാരിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. 1939 ആവുന്നതോടുകൂടി ഹിറ്റ്ലർ എമർജ് ചെയ്യുന്നു, മുസോളിനി എമർജ് ചെയ്യുന്നു. ഇവരെല്ലാവരും ഒരു സൈഡിൽ നിൽക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ മറ്റു ചില കൺട്രികൾ. ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണ് അപ് ടു 1945. ഓക്കെ, 1945 എന്ന് പറയുന്നത് ശരിയല്ല, ബിക്കോസ് വേൾഡ് വാർ വാസ് ഓൾമോസ്റ്റ് ഓവർ ബൈ 1943 itself. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1943 ആവുന്നതോടുകൂടി തന്നെ വേൾഡ് വാറിന്റെ എല്ലാ സിഗ്നിഫിക്കൻസും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ടും 1945 അമേരിക്ക 2 ആറ്റം ബോംബ്സ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഹിരോഷിമയിലും മറ്റേത് നാഗാസാക്കിയിലും. 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്താണ് റീസൺ? ഇപ്പോൾ 1945 എത്തി നിൽക്കുവാണ്. 1945 സെക്കൻഡ് വേൾഡ് വാർ കൊണ്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഇനി അങ്ങോട്ടേക്ക് വേൾഡ് റൂൾ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ബ്രിട്ടൻ ഇനി അങ്ങോട്ടേക്ക് വേൾഡ് റൂൾ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കോളനികളെല്ലാം സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ബ്രിട്ടീഷ് കോളനികളായിട്ടുള്ള ഇന്ത്യ പോലുള്ള കൺട്രികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷിന് സപ്പോർട്ടും കിട്ടിയിട്ടില്ല സെക്കൻഡ് വേൾഡ് വാറിൽ. ഇതെല്ലാം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു കാരണവശാലും ബ്രിട്ടൻ ഒരു കാരണവശാലും ഇനി വേൾഡ് റൂൾ ചെയ്യില്ല എന്നുള്ള തീരുമാനമാകുന്നു. അപ്പോൾ പുതിയൊരു കൺട്രിക്ക് എമർജ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പാണ് അന്ന് ആക്ച്വലി USA യൂസ് ചെയ്തിട്ടുള്ളത്. അതുവഴി സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡിൽ, മീൻസ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നതാണ് നല്ലത്. ആ ഡേറ്റിൽ, അതായത് ഓഗസ്റ്റ് 6-9 1945 2 ആറ്റം ബോംബുകൾ ജപ്പാനിലിടുന്നു.
അവിടെ ഓർക്കണം, ജപ്പാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം പറഞ്ഞത് 1942-ൽ പേൾ ഹാർബർ അറ്റാക്ക് ഉണ്ടായിരുന്നു, അതിന് പകരം വീട്ടാൻ വേണ്ടി 3 വർഷം വെയിറ്റ് ചെയ്തു, 3 വർഷം കഴിഞ്ഞിട്ട് ബോംബ് കൊണ്ടിട്ടു എന്നാണ്. പക്ഷെ അതൊന്നുമല്ല സിനാരിയോ. ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ്. ആ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. ജസ്റ്റ് എ മിനിറ്റ്. ഐശ്വര്യ, എൻ്റെ മൈക്ക് അവിടെ ഓഫാക്കിയേക്കുവാണെന്ന് നോക്കി. എൻ്റെ ഐക്കണിൽ മൈക്കുണ്ട്, ആ മൈക്ക് ഓഫായാണോ കിടക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓഫായാണ് കിടക്കുന്നതെങ്കിൽ ഓണാക്കുക, പോയാൽ വേണ്ടു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആയിരുന്നു മേജർ റീസൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ 1943-ൽ വേൾഡ് വാർ ഓൾമോസ്റ്റ് ഓവറായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചു കാണുമല്ലോ. 1943-ൽ വേൾഡ് വാർ ഓൾമോസ്റ്റ് ഓവറായി എന്ന് പറയാനുള്ള പ്രധാന റീസൺ, വേൾഡ് ലീഡേഴ്സും മേജർ ഇക്കണോമിസ്റ്റുകളും ഇനി അങ്ങോട്ടേക്ക് ഒരു വാർ ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടി നമുക്കൊരു ഫോറം ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് ഗ്രൂപ്പിംഗ്സ് വേണം, ഇക്കോണമി തമ്മിൽ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഒരു വാർ ഇല്ലാതിരിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ലെറ്റ് മി റിപ്പീറ്റ്, ഇനിയൊരു വാർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആകെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നല്ല ട്രേഡ് റിലേഷൻസ് ആണ്. രാജ്യങ്ങൾ തമ്മിൽ നല്ല ട്രേഡ് റിലേഷൻസ് ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു വാറിന് യാതൊരു ചാൻസും ഇല്ല. ബിക്കോസ് ടോക്കിംഗ് ടേംസ് ഇട്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ടോക്കിംഗ് ടേംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി സംതിങ്. ആ സംതിങ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, സോ ആ ഇന്റർനാഷണൽ ബിസിനസ് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി 1943-ൽ തന്നെ അന്നത്തെ ഫേമസ് ആയിരുന്ന 2 ഇക്കണോമിസ്റ്റുകൾ, ഒന്നാമത്തെ ആളുടെ പേര് എക്സ് ഡി വൈറ്റ്, another person was J.M. Keynes. കെയ്ൻസ് ഫെമിലിയർ ആണ്. ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയും, നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തും പലപ്പോഴും പറയാറുള്ളതാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ കാര്യം. കെയ്ൻസ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ്, അവിടെ നിന്ന് കമന്റ് ചെയ്തേക്കണേ, J.M. കെയ്ൻസ് വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സംതിങ്, എന്താണെന്ന് ഞാൻ മറന്നു എന്ന് കൂട്ടിക്കും. സോ അതൊന്ന് കമന്റ് ചെയ്തേക്കാം. സോ J.M. കെയ്ൻസും എക്സ് ഡി വൈറ്റും, ഇവര് വൺ വാസ് ഫ്രം ഇംഗ്ലണ്ട്, അനദർ വാസ് ഫ്രം അമേരിക്ക. ഇവർ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തുകൊണ്ട്, ലീഡ് ചെയ്തുകൊണ്ട് ഇക്കണോമിസ്റ്റിന്റെ ഒരു ഫോറം, അതായത് ഇക്കണോമിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ഗ്രൂപ്പിംഗിന്റെ മീറ്റിംഗ് നടത്താൻ വേണ്ടി ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. ഇത് നടക്കുന്നത് 1943-44 ടൈം പീരീഡിലാണ്. ആൻഡ് ഈ കോൺഫറൻസിന്റെ ബേസിൽ they decided to create 3 organizations. Let me repeat, they decided to create 3 organizations. നമ്മൾ ഇപ്പോൾ കേൾക്കാറുണ്ട് ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയും, IMF ആൻഡ് വേൾഡ് ബാങ്ക്. അത് 2 പേരല്ലേ ഉള്ളൂ. There was another one. ആ another one ആണ് ITO, ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. സോ 1944 ആണ് ഇപ്പോഴത്തെ നമ്മളുടെ ഇയർ. ഈ 1944-ൽ നടക്കുന്ന സിനാരിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്, ദേ ഡിസൈഡ് ടു ക്രിയേറ്റ് സം ഓർഗനൈസേഷൻസ്. ഈ ഓർഗനൈസേഷന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് ഒരു വാർ ഉണ്ടാകാൻ പാടില്ല, ഇനി അങ്ങോട്ടേക്ക് രാജ്യങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. സോ വി വിൽ ഹാവ് ടു പ്രൊമോട്ട് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആസ് വെൽ. സോ ഇക്കണോമിക് റിലേഷൻസ് പ്രൊമോട്ട് ചെയ്യണം, ഇക്കണോമിക് ഇൻട്രസ്റ്റ് ബൂസ്റ്റ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയാണ്. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. ഇതിനൊക്കെ വേണ്ടിയാണ് ആൻസർ ഞാൻ പിന്നെ പറയാവുന്നതാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് ആൻസർ ശരിയാണ്, അവിടെ കിടന്നോട്ടെ. ഇടയ്ക്ക് നമുക്ക് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാവേ ഈ കമന്റ് ബോക്സിലെ കാര്യങ്ങൾ. വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദി സെഷൻ. 1943-44 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. 3 ഓർഗനൈസേഷന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. 1945-ൽ ഒരു മേജർ ഓർഗനൈസേഷൻ, ഇറ്റ്സ് കോൾഡ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. റൈറ്റ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ പെർമനന്റ് സെക്യൂരിറ്റി മെമ്പേഴ്സ് ആയിട്ട്, പെർമനന്റ് സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് 5 കൺട്രികളുണ്ട്. ഈ 5 കൺട്രികൾക്ക് അവർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പവറുമുണ്ട്. ഈ സ്പെഷ്യൽ പവറിന്റെ പേരാണ് വീറ്റോ പവർ. കേട്ടിട്ടുണ്ടാവുമല്ലോ, വീറ്റോ. ഈ 5 കൺട്രികളിൽ ആരെങ്കിലും ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ
അവിടെ ഒരു കാര്യവും തീരുമാനിക്കാൻ സാധിക്കില്ല. മീൻസ് എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കുന്ന കാര്യമായാൽ പോലും ഈ 5 കൺട്രികളിൽ ഒരാൾ ഓപ്പോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് UNOയ്ക്ക് ആക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇക്കോണമീസിന്റെ പ്രൊമോഷന് വേണ്ടിയും 3 ഓർഗനൈസേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാനിരുന്നത്. ഒന്നാമത്തെ ഓർഗനൈസേഷൻ IMF ആണെന്ന് ഞാൻ പറഞ്ഞു. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇതൊരു ഓർഗനൈസേഷൻ അല്ല, ഫണ്ടാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മെമ്പർ ആവുന്ന കൺട്രികൾ അവരുടെ ഇക്കോണമിക് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇക്കോണമിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP ആണ്. GDP ബേസ് ചെയ്തുകൊണ്ട് ഒരു പോർഷൻ ഈ പറയുന്ന ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എല്ലാ രാജ്യങ്ങളും മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫണ്ടിനെ ഈ ഒരു കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരുവാണെങ്കിൽ, ക്ലിയർ, റിപ്പീറ്റ് ചെയ്യുന്നു, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരുവാണെങ്കിൽ, ബാലൻസ് ഓഫ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ ആ പ്രോബ്ലംസ് നികത്താനുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ദാറ്റ് വിൽ ബി ഗിവൺ ബൈ IMF. IMFന്റെ ബേസിക് ഫംഗ്ഷൻ അതാണ്. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ ഓർഗനൈസേഷൻ IBRD. വേൾഡ് ബാങ്ക് എന്നല്ല അതിനെ പറയേണ്ടത്, ബിക്കോസ് അന്ന് ഫോം ചെയ്യുന്നത് വേൾഡ് ബാങ്ക് അല്ല, വേൾഡ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. ആക്ച്വലി ഫോം ചെയ്തത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് those industries, those economies which was hampered by Second World War. സെക്കൻഡ് വേൾഡ് വാർ തകർത്ത ഇക്കോണമീസിന്റെ ഡെവലപ്മെന്റിനും അതിന്റെ റീകൺസ്ട്രക്ഷനും വേണ്ടി ഒരു ബാങ്ക്. ക്ലിയർ? രണ്ടാമത്തെ ഓർഗനൈസേഷൻ, രണ്ടാമത്തെ ബോഡി. ഇത് രണ്ടും കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. പക്ഷേ വെൻ കംസ് ടു തേർഡ് ബോഡിയുടെ പേര് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ്. സോ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, റൈറ്റ്? ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവരുടെ സ്കോപ്പിന് നല്ല സ്കോപ്പ് ടു ഇന്ററാക്ട് അല്ലെങ്കിൽ സ്കോപ്പ് ടു ഇന്റർഫിയർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇന്റർനാഷണൽ ട്രേഡിൽ ഡംപിങ് നടക്കുന്നു, ഇവർ ഇന്റർഫിയർ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുവാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ കംപ്ലൈന്റ് പറയുന്നു, ഈ പറയുന്ന ITO ഇന്റർവ്യൂ ചെയ്യും. സോ ഇങ്ങനെ ITO ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് സംവൺ. there is an emerging country, right? 1945 ആയപ്പോൾ ഒരാൾ 2 ആറ്റം ബോംബൊക്കെ ഇട്ടിട്ട് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. കോൾഡ് USA മുന്നോട്ട് വരുന്നു. ഈ USAയുടെ ഇൻട്രസ്റ്റിനെ, അതായത് ഇനി അവർക്ക് വളരണമെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കാൻ മാർക്കറ്റുകൾ ഉണ്ടാവണം. അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ഡംപിങ് ആവാം. സോ അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കുമ്പോൾ അതിന്മേൽ ഒരുപാട് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ആക്ട് ചെയ്യും. സോ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കൺട്രികളുടെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ആക്ട് ചെയ്യും. സോ ഇവിടെ ഏറ്റവും എമർജിങ് ആയിട്ടുള്ള കൺട്രി ഇപ്പോൾ 1945 USA ആണ്. ബിക്കോസ് USSR എന്ന് പറയുന്ന കൺട്രി പേടിച്ചു പോയി. ആക്ച്വലി ആ വേർഡ് യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ബിക്കോസ് അതുവരെ ലോകത്തിന് മൊത്തം അജ്ഞമായിരുന്ന എന്തോ ഒന്നാണ് ഈ പറയുന്ന ആറ്റം ബോംബ്. ഓട്ടോഹോണും അതേപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ലാബിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എന്തോ ഒന്ന്, അത്രയും മാത്രമാണ് അറിയാവുന്നത്. സോ ഇങ്ങനെ ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നതോടുകൂടി ഏറ്റവും എമർജിങ് കൺട്രി ആയിട്ട് അമേരിക്ക മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ലോകം അനുസരിക്കേണ്ടത് അമേരിക്ക പറയുന്നത് എന്തോ അത് തന്നെയാണ്. സോ അതുകൊണ്ട് they just vetoed it. ക്ലിയർ? 3 ഓർഗനൈസേഷൻ പ്രപ്പോസ് ചെയ്തിരുന്നു. 1 IMF. ഓക്കെ, IMF അവിടെ നിന്നോട്ടെ, എന്താ പ്രശ്നം? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനല്ലേ, നിന്നോട്ടെ. രണ്ടാമത്തെ ഓർഗനൈസേഷൻ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IBRD എന്ന് പറയും, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ തകർത്ത ഇക്കോണമീസ് അല്ലേ, റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇവരും ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നു. ബിക്കോസ് അമേരിക്ക അത് തന്നെയാണ് പറഞ്ഞത്. ആക്ച്വലി സംഭവിച്ചത് അത് തന്നെയാണ്. 1945 ജപ്പാന്റെ 2 ആറ്റം ബോംബ്സ് ഇട്ടിട്ട് 3-ാമത്തെ ദിവസം ജപ്പാൻ അമേരിക്കയുടെ കാൽക്കൽ വീണായിരുന്നു. 4-ാമത്തെ ദിവസം ദേ സ്റ്റാർട്ടഡ് റീകൺസ്ട്രക്ഷൻ. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത്, അത്രയും വേഗത്തിലാണ്. സോ ജസ്റ്റ് ഇമാജിൻ, ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഈ കൺട്രിയാണ്. സോ ദാറ്റ് ഈ കൺട്രി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇനി വേറൊരു ഇന്റർഫിയറിംഗ് ബോഡിയുടെ ആവശ്യമുണ്ട്.
ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിൽ ദേ ജസ്റ്റ് വീറ്റോഡ് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. ക്ലിയർ? അതുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ബോഡി നിലവിൽ വന്നില്ല. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക്, അതായത് തൊട്ട് മുമ്പ് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എമർജ് ചെയ്തിരിക്കുന്ന കൺട്രി ഏതാണ്? USA ആണ്. USA കറൻസി ഏതാണ്? ഇറ്റ്സ് കോൾഡ് $. സോ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇല്ല. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രിയുടെ കറൻസിയാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രി USA ആണ്. സോ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇന്റർനാഷണൽ ട്രേഡ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ ഈ US ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുക. അങ്ങനെ പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണോ? ഇറ്റ്സ് കോൾഡ് ഡോളർ സ്റ്റാൻഡേർഡ് ഓർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്നും പറയും. ഒരു ഫിക്സഡ് കറൻസിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് നമ്മളുടെ കറൻസിയെ. ഓക്കെ, നമ്മളിപ്പോൾ റീച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാ? 1945 കഴിഞ്ഞു. ദെൻ 1947 ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്റർനാഷണൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഇല്ല. ഒരു ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. ബിക്കോസ് നമ്മൾ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണ്. രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് മൊത്തം ഫെയിൽ ആയിരിക്കും. സോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി 23 രാജ്യങ്ങൾ ചേർന്നിട്ട് 1947 ഒരു ഓർഗനൈസേഷൻ, ഒരു എഗ്രിമെന്റ് എഴുതി. ആ എഗ്രിമെന്റിന്റെ പേരാണ് GATT, ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ, 1947 GATT ഉടമ്പടി എന്ന് പറയും. 1947 ഈ എഗ്രിമെന്റ് എഴുതുന്ന 23 രാജ്യങ്ങൾ ചേർന്നിട്ടായിരുന്നു അന്ന്. ആൻഡ് ദി പർപ്പസ്, ഇവർക്കെല്ലാവർക്കും ഒരു കോമൺ പ്ലാറ്റ്ഫോം, കോമൺ ആയിട്ടുള്ള റൂൾ, ഈ റൂൾ പ്രകാരമായിരിക്കും ഒരു ട്രേഡ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലാണ് GATT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ ടൈമിൽ നിങ്ങൾ ഓർക്കേണ്ടത്, GATT ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോളറിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് എല്ലാ കറൻസിയും. ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് തന്നെയേ ഉള്ളൂ. ബിക്കോസ് സർവീസസ് ട്രേഡ് ചെയ്യുന്ന ടൈം ആയി വരുന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ സർവീസസ് എമർജ് ചെയ്യും. ഓക്കെ, GATTന്റെ 2ാമത്തെയും 3ാമത്തെയും റൗണ്ടിലാണ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ബിക്കോസ് GATT മീൻസ് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ഓൺലി. സോ ഇനി ഇങ്ങോട്ട് സർവീസസും കൂടി ട്രേഡ് ചെയ്യണം എന്ന് വരുമ്പോൾ വി മസ്റ്റ് റൈറ്റ് അനദർ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് ആയിരുന്നു GATS, GATS, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. സോ GATSും എഴുതുന്നു. ഓക്കെ, 2 എഗ്രിമെന്റ് എഴുതിയ കാര്യങ്ങൾ സൈഡിൽ വെച്ചേക്കുക. നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ സ്റ്റാൻഡേർഡ് ഏതാണ്? ദാറ്റ് ഈസ് ഡോളർ സ്റ്റാൻഡേർഡ്. ഓക്കെ, ബിക്കോസ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നു. പക്ഷെ അവിടെയും പിന്നീട് വേൾഡിൽ ഒരു വലിയ ഇഷ്യൂ സംഭവിക്കും. ബിക്കോസ് അമേരിക്ക, യു മൈറ്റ് ബി ഹേർഡ് അബൌട്ട് സംതിങ് കോൾഡ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. അറിയാമല്ലോ, മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. വേറസ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് RBI ക്രിയേറ്റ് ചെയ്യുന്ന പോളിസിയാണ്. ഈ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് CRR, SLR, ദെൻ റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ കറൻസിയുടെ വാല്യൂ കുറയുകയോ വാല്യൂ ഒരുപാട് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇൻഫ്ലേഷനോ ഡീഫ്ലേഷനോ ഹാപ്പൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, RBIയുടെ പോളിസി എന്ന് പറഞ്ഞു. ഏതൊരു രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്ക് ആണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറൻസി വാല്യൂ സ്റ്റേബിൾ ആയിട്ട് നിർത്താനാണ് എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി അവരുടെ കറൻസിയുടെ വാല്യൂ തന്നെ കുറച്ചെന്നിരിക്കും, അവരുടെ കറൻസിയുടെ വാല്യൂ തന്നെ കൂട്ടിയെന്നിരിക്കും. 2 കാര്യങ്ങൾ, കറൻസിയുടെ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതും ഒരു കറൻസിയാണ്. ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു കറൻസിയാണ്. ആ കറൻസിയാണ് US ഡോളർ. നമ്മളുടെ കറൻസി US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതുപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് നടത്താം എന്നൊരു എഗ്രിമെന്റ് 1945 എഴുതുമ്പോൾ തന്നെ അന്നത്തെ US പ്രസിഡന്റ് ഒരു കാര്യവും എഗ്രി ചെയ്തിരുന്നു. ആ കാര്യമാണ് they will not use monetary policy measures
ആൻഡ് ദേ വിൽ നോട്ട് ഡിവാല്യൂ ദെയർ കറൻസി എന്ന് അന്ന് എഗ്രി ചെയ്തതാണ്. അവരുടെ കറൻസി വാല്യൂ ഒരു കാരണവശാലും ഡിവാല്യൂ ചെയ്യില്ല. മോണിറ്ററി പോളിസി, ബിക്കോസ് ഞങ്ങൾ ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രിയാണ്, ഡിവാല്യൂ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, ഞങ്ങളുടെ കറൻസി ഇത്രയും വാല്യൂബിൾ ആണ്, പിന്നെ എന്തിനു വേണ്ടി ഡിവാല്യൂ ചെയ്യണം എന്നുള്ള ചിന്തയോട് കൂടിയായിരിക്കും. സോ ഒരു ഡിവാലുവേഷനോ ഒരു വാല്യൂ ചേഞ്ചോ അന്ന് ഹാപ്പൻ ചെയ്തിട്ടില്ല. ഓക്കെ, 1945 തൊട്ട് 1969-70 വരെ അവർ പറഞ്ഞ പോലെ തന്നെ നടന്നു. പക്ഷേ 1960s എൻഡിൽ ഒരു മേജർ വാർ ഹാപ്പൻ ചെയ്തു. മേജർ വാർ എന്ന് പറയുന്നത് ബിക്കോസ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട വാറാണിത്. വിയറ്റ്നാം വാർ എന്ന് പറയും. ഓക്കെ, വിയറ്റ്നാം വാർ ഹാപ്പൻ ചെയ്യുന്നു. അതുവരെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കേണ്ട യാതൊരു ആവശ്യം ഞങ്ങൾക്ക് വരില്ല. ബിക്കോസ് അമേരിക്ക എന്നും ഗ്ലോബൽ പോലീസിങ് ഫോളോ ചെയ്യുന്ന കൺട്രിയാണ്. ഗ്ലോബൽ പോലീസിങ് അറിയാമല്ലോ. സോ ആ ഗ്ലോബൽ പോലീസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് വിയറ്റ്നാം വാർ എഫേർട്സിൽ അവർ പങ്കെടുക്കാൻ പോയി. നോർത്ത് ആൻഡ് വിയറ്റ്നാം, സദേൺ വിയറ്റ്നാം തമ്മിൽ വാർ നടക്കുകയാണ്. സോ ഇവിടെ നിന്നും കുറച്ച് ആർമി ട്രൂപ്സിനെ വിയറ്റ്നാമിലേക്ക് അയക്കുന്നു. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് അമേരിക്ക എക്സ്പെക്ട് ചെയ്തതിൻ്റെക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് വാർഫെയറിൽ ഗൊറില്ല വാർഫെയർ എന്താണെന്ന് പോലും അമേരിക്കയ്ക്ക് അറിയില്ലായിരുന്നു അറ്റ് ദാറ്റ് ടൈം. ഗൊറില്ല വാർഫെയർ ഉപയോഗിച്ചുകൊണ്ട് അന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗൊറില്ലകൾ നിരവധി അമേരിക്കൻസിനെ കൊന്നൊടുക്കി. ഓക്കെ, ഡെയിലി ഒരു രാജ്യത്തിലേക്ക്, എല്ലാ ദിവസവും തന്നെ ഒരു രാജ്യത്തേക്ക് ഇവിടെ നിന്നും പട്ടാളക്കാരെ ദൂരെ ഒരു രാജ്യത്തേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നു. അതിനുശേഷം അവിടെ നിന്നും കഫിൻസിലാക്കി ഡെഡ് ബോഡി ഇങ്ങോട്ടേക്ക് വരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും അവരുടെ ലോക്കൽ പീപ്പിൾ ബിഹേവ് ചെയ്യുക? തിങ്ക്. അവരെ സംബന്ധിച്ച് ഇതൊരിക്കലും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പതുക്കെ പതുക്കെ ഒരു സിവിൽ റെബലിയൻ അമേരിക്കയിൽ ഹാപ്പൻ ചെയ്യാൻ തുടങ്ങി. അമേരിക്ക വാറിൽ തോൽക്കുന്നു എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പരക്കുന്നു. അതോടുകൂടി സംഭവിച്ചത് അമേരിക്കൻ ഇക്കോണമി സ്റ്റാമ്പേജ്. മൊത്തത്തിൽ അമേരിക്കൻ ഇക്കോണമി താഴോട്ട് പോരുന്നു. ഇങ്ങനെ അമേരിക്കൻ ഇക്കോണമി താഴോട്ട് പോന്നപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ കറൻസി വാല്യൂ പിടിച്ചു നിർത്താൻ വേണ്ടി. ആ വഴിയാണ് ഇൻട്രൊഡ്യൂസിങ് മോണിറ്ററി പോളിസി എന്നത്. ഓക്കെ, ഞാൻ ഹിസ്റ്ററി പറഞ്ഞത് അവിടേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മോണിറ്ററി പോളിസി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കറൻസി വാല്യൂവിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി 1971 അന്നത്തെ പ്രസിഡന്റ് നിക്സൺ ആയിരുന്നു. നിക്സൺ ഗവൺമെന്റ് അമേരിക്കയിൽ ആദ്യമായിട്ട് മോണിറ്ററി പോളിസി യൂസ് ചെയ്തു. അവരുടെ കറൻസിയുടെ വാല്യൂ അവർ തന്നെ കുറച്ചു. സോ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സ്റ്റേണലി ഒരു കറൻസിയുടെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ആ കറൻസിയുടെ വാല്യൂ ഫോറിൻ മാർക്കറ്റിൽ മേടിക്കാൻ പോകുമ്പോൾ അതിന് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് കിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന അത്രയും വാല്യൂ ആ കറൻസിക്കില്ല. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാല്യൂ ഇല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങൾ മേടിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഈ രണ്ടാമത്തെ സിസ്റ്റവും ഫെയിലായി. ഈ സിസ്റ്റത്തെയാണ് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഡോളർ സിസ്റ്റം എന്ന് പറഞ്ഞു, ഡോളർ റെജീം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റവും. ഓക്കെ, ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം 1971 ആയപ്പോൾ ഫെയിലായി. ദെൻ 1971 ശേഷം ഇനി അങ്ങോട്ടേക്ക് നമുക്കൊരു ഇന്റർനാഷണൽ ബിസിനസ് നടത്തണമെങ്കിൽ മറ്റൊരു സിസ്റ്റം വേണം. ഡോളർ റെജീം പൊട്ടിപ്പോയി. മറ്റൊരു സിസ്റ്റം വേണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് IMFന്റെ ഒരു കറൻസി ബാസ്ക്കറ്റ് ഉണ്ട്. IMFന്റെ ഈ കറൻസി ബാസ്ക്കറ്റ് 1969 ക്രിയേറ്റ് ചെയ്തതാണ്. ആ ബാസ്ക്കറ്റിന്റെ പേരാണ് SDR. അതിന് ഇൻഡെക്സിൽ പറയുമ്പോൾ XDR എന്നും പറയും. XDR അല്ലെങ്കിൽ SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് കറൻസീസ് ആണ്. ഇനീഷ്യലി 4 കറൻസിയുടെ കോമ്പിനേഷൻ ആയിരുന്നു, പിന്നീട് അത് 5 കറൻസിയുടെ കോമ്പിനേഷൻ ആക്കി. ഇടയ്ക്ക് വെച്ച് വീണ്ടും 4 കറൻസിയുടെ കോമ്പിനേഷൻ ആയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ 5 കറൻസിയുടെ കോമ്പിനേഷനാണ്. 2016 നവംബർ 1 ചൈനീസ് റെമിൻബി കൂടി ആഡ് ചെയ്തു. അങ്ങനെ 5 കറൻസിയുടെ കോമ്പിനേഷനാണ് ഇപ്പോൾ ഈ പറയുന്ന കറൻസി ബാസ്ക്കറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാതെ പല കറൻസിയുടെ കോമ്പിനേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് റിസ്ക് എലമെന്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരു കറൻസിയുടെ വാല്യൂ പോയാൽ, ഇപ്പോൾ ഡോളറിന് സംഭവിച്ച പോലെ ഒരു കറൻസിയുടെ വാല്യൂ പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് അഫക്റ്റ് ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കില്ല. ബിക്കോസ്
ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കറൻസീസ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓരോ ടൈമിലും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസി ഏതാണോ അതിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബാസ്ക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിലെ നമുക്ക് ഇറക്കാൻ സാധിക്കും. ഇതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീം, അല്ലെങ്കിൽ പോസ്റ്റ് ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം എന്നും പറയും. ഓക്കെ, ദെൻ 2008 കൂടി പോസ്റ്റ് ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റവും കൊളാപ്സ്ഡ് ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് ശേഷമുള്ള ഒരു സിസ്റ്റത്തെ പറ്റി നമ്മൾ അധികം ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല. ഏകദേശം ഇതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് 1947 നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തെ പറ്റിയാണ്. അത് പാരലലി പോകണം. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ നമ്മൾ പല സ്റ്റാൻഡേർഡുകൾ കണ്ടു. ആദ്യം ഗോൾഡ് സ്റ്റാൻഡേർഡ് കണ്ടു. രണ്ടാമതായിട്ട് ഇന്റർവാർ പീരീഡ്, അവിടെ ട്രേഡ് നടന്നിട്ടില്ല. അതിനുശേഷം ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം. ആ ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം കഴിയുമ്പോൾ പോസ്റ്റ് ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം, അതായത് ഫ്ലെക്സിബിൾ എന്ന് പറയാം. ദെൻ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതോടൊപ്പം തന്നെ 1947 നമ്മളൊരു ബോഡി ക്രിയേറ്റ് ചെയ്തിരുന്നു, ഒരു എഗ്രിമെന്റ് റൈറ്റ് ചെയ്തിരുന്നു. ആ എഗ്രിമെന്റ് പേരാണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പുതിയ കമ്മോഡിറ്റീസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പണ്ടത്തെ പോലെ ഗുഡ്സ് മാത്രമല്ല. ബിക്കോസ് നമ്മൾ അഗ്രികൾച്ചർ ആദ്യമായിരുന്നു, അഗ്രികൾച്ചറിൽ നിന്നും കയറി വന്ന് ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഇൻഡസ്ട്രി വന്നപ്പോൾ പുതിയ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സർവീസസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് നമ്മൾ എഴുതി. സർവീസസ് ട്രേഡ് ചെയ്തു. അപ്പോഴാണ് there is another opportunity. ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ IBM കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചില്ലേ, IC ചിപ്പ് കണ്ടുപിടിച്ചു. ഈ IC ചിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. സോ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രേഡ് ചെയ്യണം. അതിനുവേണ്ടി വി നീഡ് അനദർ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് ആണ് ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പക്ഷേ ബൈ 1982 നമ്മളുടെ മേജർ ഗ്ലോബലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്ന ടൈം പീരീഡ് ആണ് 70s, 80s ആൻഡ് 90s. 70s ആകുമ്പോഴേക്കും ജപ്പാൻ ഗ്ലോബലൈസ് ചെയ്ത് എമർജ് ചെയ്യുന്നു. ആൻഡ് ജപ്പാൻ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് കൺട്രി. നമ്മൾ അറിയേണ്ടതാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 ആറ്റം ബോംസ്, ഓൾമോസ്റ്റ് 10 times എർത്ത് ക്വേക്സ്. ഈ എർത്ത് ക്വേക്സ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റിക്ടർ സ്കെയിൽ 8 വരെ പോകുന്ന രീതിയിലുള്ള എർത്ത് ക്വേക്സ് ആണ്. ഇതെല്ലാം ഹാപ്പൻ ചെയ്തിട്ടും അവിടെ നിന്ന് ഇവോൾവ് ചെയ്തൊരു കൺട്രിയാണ് ജപ്പാൻ. സോ ഇവർ ഇവോൾവ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ലേബർ ഫോഴ്സ് ആയിരുന്നു. ആ ലേബർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ദേ സ്റ്റാർട്ടഡ് ഗ്ലോബലൈസിങ് ദെയർ ഇക്കോണമി. അവർ ഗ്ലോബലൈസ് ചെയ്യുന്നു 1970s കൂടി. ദെൻ 1982 ചൈന ഗ്ലോബലൈസ് ചെയ്യുന്നു. സോ ഇവരെല്ലാവരും അവരുടെ ഇക്കോണമി, എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അവരുടെ ഇക്കോണമിയെ ഔട്ട്സൈഡ് വേൾഡിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. 1991 നമ്മുടെ ഇക്കോണമിയെ നമ്മളും തുറന്നു കൊടുത്തു ഔട്ട്സൈഡ് വേൾഡിന് വേണ്ടി. ബിക്കോസ് 2 പ്രൈം മിനിസ്റ്റേഴ്സ് അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു, ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് വരുന്നു, ദെൻ പൊളിറ്റിക്കൽ കണ്ടീഷൻ വേഴ്സ് ആവുന്നു. നിലനിൽക്കാൻ വേണ്ടി വേറൊന്നുമില്ലാത്ത സിറ്റുവേഷനിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരസിംഹ റാവു ഗവൺമെന്റ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്യുന്നു, ഇന്ത്യയെ ഗ്ലോബലൈസ് ചെയ്യുന്നു. ഈ ഗ്ലോബലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നു. സോ എല്ലാ കൺട്രികളും, ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളും മറ്റുള്ള കൺട്രികളെ നമ്മളുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, വി ആർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു അതേഴ്സ്. സോ ഇങ്ങനെ ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്നത് പല കമ്പനികളും ഇവിടെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദർ വിൽ ബി ഇൻവെസ്റ്റ്മെന്റ്സ് റൈറ്റ്. ഈ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ടോ? ഇല്ല. സോ അതിനുവേണ്ടി മറ്റൊരു എഗ്രിമെന്റ് എഴുതി. ആ എഗ്രിമെന്റ് പേരാണ് ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, ട്രിംസ്. ഓക്കെ. സോ പിന്നീട് 1980s ആവുന്നു. നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ അതിന്റെ പീക്കിലെത്തിക്കുന്ന ടൈമാണ്. ഇങ്ങനെ ഓരോ തവണയും ഓരോ ഐറ്റം വരുമ്പോൾ നമ്മളിങ്ങനെ എഗ്രിമെന്റ് എഴുതിക്കൊണ്ടിരുന്നാൽ മതിയോ? We need an organization to support all these agreements and in order to support international trade as well. സോ ഇതിനെല്ലാത്തിനും വേണ്ടി ഒരു ഓർഗനൈസേഷൻ വേണം. ഓർഗനൈസേഷന്റെ നീഡ് മസ്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. സോ ഗാറ്റിന്റെ കോൺഫറൻസുകൾ, ഗാറ്റിന്റെ റൗണ്ട്സ് ഓഫ് നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ട്. 8 റൗണ്ട്സ് ഓഫ് നെഗോഷിയേഷൻസ് ഗാറ്റിന്റെ കീഴിൽ നടന്നിട്ടുണ്ട്. അതായത് പുതിയ ഓരോ പ്രൊഡക്ട്സ് വരുമ്പോഴും, ഓരോ പുതിയ ചലഞ്ച് വരുമ്പോഴും ഗാറ്റിനെ സംബന്ധിച്ച് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. ഗാറ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് മാത്രമാണ്. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ റൂൾസ് ഇറക്കാൻ പറ്റും,
എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനകത്ത് മാത്രമേ ഗാറ്റിന് റോളുള്ളൂ. സോ ഗാറ്റിന്റെ ഫസ്റ്റ് റൗണ്ട് 1952 നടക്കുന്നു. അങ്ങനെ ത്രൂ ഔട്ട് ഒരുപാട് റൗണ്ടുകൾ നടക്കുന്നു. ഈ ഓരോ റൗണ്ടും വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഓക്കെ, അതിന്റെ 8ാമത്തെ റൗണ്ട് നടക്കുന്നത് 1986 തൊട്ട് 1994 വരെയാണ്. ടൈം പീരീഡ് ഒന്ന് നോക്കിയേക്കുക. 1986 തൊട്ട് 1994 വരെ. ദിസ് റൗണ്ട് ഈസ് പോപ്പുലർലി നോൺ ആസ് യുറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ്. ഈ ഉറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 8 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ്. 8 to 8.5 വർഷത്തോളം ഈ ഒരു റൗണ്ട് കോൺഫറൻസ് നടന്നു. ആൻഡ് അതിന്റെ എൻഡിൽ, അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1994 ഡിസംബർ 14 മറക്കേഷ് വെച്ചിട്ട്, മറക്കേഷ് ഈസ് ദി പ്ലേസ്, അവിടെ വെച്ചിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ആ എഗ്രിമെന്റ് പ്രകാരം ദേ ഡിസൈഡഡ് ദാറ്റ് ഇനി അങ്ങോട്ടേക്ക് ഒരു എഗ്രിമെന്റ് അല്ല നമുക്ക് വേണ്ടത്, വി നീഡ് ആൻ ഓർഗനൈസേഷൻ ടു സപ്പോർട്ട് ഇന്റർനാഷണൽ ബിസിനസ്. അങ്ങനെ WTO ഫോം ചെയ്തു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സ്റ്റാർട്ട് ചെയ്യുന്നത് January 1, 1995 ഓക്കെ, 95 ഇന്റർനാഷണൽ ബിസിനസ്സിൽ പുതിയൊരു ഓർഗനൈസേഷൻ വരുന്നു. ഈ ഓർഗനൈസേഷൻ വന്നപ്പോൾ പിന്നീട് അതുവരെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ എഗ്രിമെന്റ്സും ഈ ഓർഗനൈസേഷന്റെ സപ്പോർട്ടിംഗ് എഗ്രിമെന്റ്സ് ആക്കി മാറ്റി. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന GATT എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷന്റെ അംബ്രല്ല എഗ്രിമെന്റ് ആക്കി മാറ്റുന്നു. അതായത് അതിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. ദെൻ GATS, ട്രിപ്സ്, ട്രിംസ്, അങ്ങനെയുള്ള എല്ലാ എഗ്രിമെന്റും WTOയുടെ കീഴിലാക്കി മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഓക്കെ, പിന്നീട് 2002 ദോഹ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് നടന്നായിരുന്നു. ദോഹ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് WTOയുടെ കീഴിൽ നടന്ന നെഗോഷിയേഷൻസ് ആണ്. പക്ഷേ ഒരു തീരുമാനവും ഇല്ലാതെ ആ റൗണ്ട് എൻഡ് ചെയ്യേണ്ടി വന്നു. സോ ദാറ്റ്സ് ഇറലവന്റ് ഫോർ അസ്. നമ്മളെ സംബന്ധിച്ചത് അത്രയും റെലവൻ്റ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർനാഷണൽ ബിസിനസിന്റെ ബേസിക് ഐഡിയ. അതായത് ഈ ഒരു ടൈം ലൈൻ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കുക. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. 1870 തൊട്ട് 1995 വരെ നടന്നിട്ടുള്ള മേജർ ഇവൻറ്റ്സ്, ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മേജർ ഇവൻറ്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദെൻ WTOയുടെ സ്കോപ്പ് നമ്മൾ പറഞ്ഞു. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തെ പറ്റി ഞാൻ ബ്രീഫ് ചെയ്തിരുന്നു. ഇതെല്ലാം നമുക്ക് റെലവൻ്റ് ആണ്. ഓക്കെ, സോ എനി ഡൗട്ട്സ്? കമന്റ് ബോക്സ് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഡൗട്ട്സ് ചോദിച്ചപ്പോൾ തന്നെ ലെഫ്റ്റ് അടിച്ച് പോകണോ? ക്ലിയർ ആണോ? ട്രിംസ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് ആണ്. അതായത് നമ്മളുടെ ഒരു മിനിറ്റ്, വിയറ്റ്നാം വാറിനെ പറ്റി ഞാൻ പറയാം. അതിന് മുമ്പ് ട്രിംസ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് ആണ്. നിങ്ങൾ അറിയണം, അതായത് ഒരു കൺട്രിയിലേക്ക് മറ്റൊരു കൺട്രിയിൽ നിന്നുള്ള കമ്പനി വന്നിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇവിടെ ഫണ്ട് 3 രീതിയിൽ കൊണ്ടുവരാം. മറ്റൊരു കൺട്രിയിലെ ഫണ്ട് ഇന്ത്യയിൽ വരുവാണെങ്കിൽ 3 രീതിയിൽ കൊണ്ടുവരാം. ഒന്നാമത്തെ വേ ആണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത്തെ വേ ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. മൂന്നാമത്തെ വേ, ദസ് അനദർ വേ, ആ വേ ആണ് FII എന്ന് പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് റീസെന്റ് ഹിന്ദുവിൽ ഒരു 1 month ബിഫോർ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. സോ അതിനെപ്പറ്റി ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്നാമത്തത് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഒരു കമ്പനി തുടങ്ങുവാണ് എന്ന് വിചാരിക്കുക. സോ ദാറ്റ് എസെൻഷ്യൽ ആയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് FDI എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയാലിറ്റി അല്ല, കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. മറ്റൊരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് അങ്ങനെയുള്ള ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫെസിലിറ്റി കൊണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ഇതിനെയാണ് FDI എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ. രണ്ടാമത്തെ FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ നിന്നും പുറത്തു നിന്നും ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ അവര് ഒരു കമ്പനിയായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവര് മേടിക്കുന്നത് ഇന്ത്യയിലെ ഈ കമ്പനിയുടെ ഷെയർസ് ആണ്. ഓക്കെ. ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, അവർക്ക് വേണമെങ്കിൽ ഷെയർ മേടിക്കാം. സോ ഷെയർ മേടിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ?
ഒന്ന് കമൻറ്റ് ചെയ്യാവോ പെട്ടെന്ന്? അതായത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇതിനെയാണ് FDA എന്ന് പറയുന്നത്. ദെൻ ഒരു കമ്പനിയുടെ ഷെയർസ് മേടിച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇതിനെയാണ് FPI എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ആക്ച്വലി നിങ്ങൾ അറിയേണ്ടത് ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സംഭവിക്കുന്നത് ഇന്നത്തെ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാവേ, കമൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ കമ്പനികൾ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ആണല്ലോ. നിങ്ങൾ പുറത്തൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു അമേരിക്കൻ ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇന്ത്യയിലെ ഒരു കമ്പനിയിലെ 70% ഷെയർസ് അങ്ങ് മേടിക്കുകയാണ്. 70% ഷെയർ മേടിച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാൻ FPI ആണ് ഹെൽഡ് ചെയ്യുന്നത്. അംഗീകരിക്കാൻ പറ്റും. ബിക്കോസ് ആ കമ്പനിയുടെ ഓപ്പറേഷനുള്ള അധികാരം, ഈ കമ്പനി എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ്. ഓക്കെ, സോ എന്നെ സംബന്ധിച്ചത് FPI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് മസ്റ്റ് ബി, അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് FDI ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് RBI റെഗുലേഷൻസ് പ്രകാരം 10% കൂടുതൽ ഷെയർ മേടിക്കുകയാണെങ്കിൽ, ഓപ്പറേഷൻ ഇങ്ങനെയാണ്, റിയാലിറ്റിയും ഓപ്പറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. 10% കൂടുതൽ ഷെയർസ് ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ അതിനെ FDI ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും. 10% കുറവാണ് മേടിക്കുന്നതെങ്കിൽ അതിനെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഇത് RBIയുടെ റൂളാണ്. RBI അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് എത്ര ഷെയർ വേണമെങ്കിലും മേടിക്കാം. 100% ഷെയർ മേടിച്ചിട്ട് ഞാൻ FDI അല്ല FPI ആണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ക്ലിയർ? വൺ തിങ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ FDI ആൻഡ് FPI ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മൾ ഈ രാജ്യത്ത് നിന്നും പുറത്ത് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നത്. സോ അവിടെ കൊണ്ടുപോയി ഫണ്ട് കൊടുക്കുന്നു, അവരാണ് നമുക്ക് വേണ്ടി, അവരാണ് ഫോറിൻ കൺട്രിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവരെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾക്ക് വേണ്ടി ഒരു ഇന്റർമീഡിയറി ഫോറിൻ കൺട്രിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് വിയറ്റ്നാം വാർ ക്ലിയർ ആയില്ല. വിയറ്റ്നാം വാർ ആക്ച്വലി സംഭവിക്കുന്നത് 1960s സ്റ്റാർട്ടിങ്ങിൽ, ദെൻ 1969 വരെ പോകുന്ന ടൈം പീരീഡിലാണ് വിയറ്റ്നാം വാർ ഹാപ്പൻ ചെയ്തത്. സോ അവിടെ ഇഷ്യൂ വന്നത് നോർത്തേൺ വിയറ്റ്നാം, സദേൺ വിയറ്റ്നാം എന്ന് പറയുന്ന രീതിയിൽ രാജ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. നോർത്തേൺ വിയറ്റ്നാം ഐ തിങ്ക് വാസ് ഇൻ ഫേവർ ഓഫ് സോഷ്യലിസം. സദേൺ വിയറ്റ്നാം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ഫേവർ ചെയ്തിരുന്നു. സോ ഈ ഒരു ടൈം പീരീഡിന് വേറൊരു പേര് വിളിക്കും, അറിയാമോ? ആ പേരാണ് കോൾഡ് വാർ ഇറ. 1945 to 1991 ഈ ടൈം പീരീഡാണ് കോൾഡ് വാർ ഇറ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഐഡിയോളജീസ് എമർജ് ചെയ്തു. ഒന്നാമത്തെ ഐഡിയോളജിയാണ് ക്യാപിറ്റലിസം, അമേരിക്ക ഫേവർ ചെയ്യുന്ന ഐഡിയോളജി. രണ്ടാമത്തെ ഐഡിയോളജിയാണ് സോഷ്യലിസം, USSR ഫേവർ ചെയ്യുന്ന ഐഡിയോളജി. ഈ 2 ഐഡിയോളജീസ് എവിടെയൊക്കെ അടുത്തടുത്ത് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വാർ നടക്കുന്നു. ഇങ്ങനെ വാർ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ USSR ഒരു സൈഡിലും അമേരിക്ക മറ്റൊരു സൈഡിലും പോയി ചെയ്യും. അതിനുശേഷം ഫൈറ്റ് ചെയ്യുന്നത് ഈ 2 കൺട്രികൾ തമ്മിലാണെങ്കിലും USSRും USA ബാക്ക് ചെയ്തിരുന്നു മറ്റേ കൺട്രികളെ. ഈ ഒരു സിറ്റുവേഷനെയാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് USA സപ്പോർട്ട് ചെയ്തിരുന്നു വിയറ്റ്നാം വാറിൽ. USA സപ്പോർട്ട് ചെയ്തു, അവരുടെ മിലിറ്ററി അയക്കുന്നു. പക്ഷേ ഒളിപ്പോര് നമുക്കറിയാമല്ലോ, എന്തായാലും പറയുന്നത് മീൻസ് ഒളിച്ചിരുന്നിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയില്ലേ. ഓക്കെ, ഗൊറില്ല വാർഫെയർ എന്ന് പറയും. ആ ഗൊറില്ല വാർഫെയർ വന്നതോടുകൂടി സംഭവിച്ചത് അമേരിക്ക വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റാണ് വാറിലുണ്ടായത്. അമേരിക്കൻ സോൾജിയേഴ്സിൻ്റെ മുകളിൽ ഒളിഞ്ഞിരുന്നിട്ടൊക്കെ ആയിരിക്കും ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്ത് ഒരുപാട് സോൾജിയേഴ്സിനെ കൊന്നൊടുക്കി. സോ എല്ലാ ദിവസവും ഒരുപാട് ഡെഡ് ബോഡീസ് ആണ് ആക്ച്വലി അമേരിക്കയിലേക്ക് വിയറ്റ്നാമിൽ നിന്ന് കയറ്റി അയച്ചത്. സോ ഇത്രയും ഡെഡ് ബോഡീസ് വരുന്നു. സ്വന്തം രാജ്യത്തിന് വേണ്ടി അല്ല ഇവർ ഫൈറ്റ് ചെയ്യുന്നത്, വേറെ എവിടെയോ പോയി ഫൈറ്റ് ചെയ്യുന്നു. അവിടെ നിന്നിട്ടും ഒരുപാട് ഡെഡ് ബോഡി വരുന്നു എന്ന് കണ്ടതോടുകൂടി സംഭവിച്ചത് ഇക്കോണമി ഡൗൺ ആയി. ബിക്കോസ് അമേരിക്ക വാറ് തോക്കുവാണെന്നുള്ളൊരു തോന്നൽ വന്നു. ഒരു രാജ്യത്ത് യുദ്ധം നടക്കുവാണ്, യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും പതുക്കെ വിഡ്രോ ചെയ്യപ്പെടും. അങ്ങനെ വിഡ്രോ ചെയ്യപ്പെട്ടാണ് ഇന്ത്യയിലും, അത് ഞാൻ പിന്നീട് പറയാം. സോ ഇങ്ങനെ വിഡ്രോ ചെയ്യപ്പെട്ടപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് അമേരിക്ക ഇല്ല, അമേരിക്ക തോറ്റു.
എന്നൊരു തോന്നൽ വന്നപ്പോൾ പതുക്കെ ആൾക്കാരെല്ലാവരും എമൗണ്ട് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറൻസിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിർത്തണം. ഓക്കെ, സോ പിടിച്ചു നിർത്താൻ വേണ്ടി പല മെഷേഴ്സ് വർക്ക് യൂസ് ചെയ്യാം. ആ മെഷേഴ്സ് ആണ് മോണിറ്ററി പോളിസി എന്നുള്ള പേരിൽ നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളത്. ഈ മോണിറ്ററി പോളിസി മെഷേഴ്സ് യൂസ് ചെയ്യില്ല എന്നാണ് USA 1945 എഗ്രി ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്തില്ലെങ്കിൽ കൺട്രി തകർന്നു പോകും. ഓക്കെ, പിടിച്ചു നിർത്താൻ വേണ്ടി അന്നത്തെ നിക്സൺ ഗവൺമെന്റിന് മോണിറ്ററി പോളിസി യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ആ സിസ്റ്റം, അതായത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രേഡ് നടത്തുന്ന ആ സിസ്റ്റം ഫെയിലായി. ക്ലിയർ ആയോ? ഓക്കെ, SDRനെ പറ്റി ചോദിച്ചു. ഇത് ഫെയിൽ ആയപ്പോൾ, അതായത് ഡോളറിലേക്ക് ട്രേഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ട്രേഡ് നടത്തുക എന്ന് പറയുന്ന സിസ്റ്റം ഫെയിൽ ആയപ്പോൾ ഇനി നമുക്കൊരു സിസ്റ്റം വേണം. അതിനുവേണ്ടി ഒരു കറൻസി ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്കയിലെ ഒരു കറൻസിയാണ് നമ്മൾ വിശ്വസിച്ചത്, പക്ഷെ സംഭവിച്ചത് ഒരു കൊളാപ്സ് ആയിരുന്നു. ഇനിയും അതേ രീതിയിൽ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇക്കോണമിയെ, അത് ഒരു രാജ്യത്തിന് ഫേവറബിൾ ആവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഒരു കോമ്പിനേഷൻ ഓഫ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് കറൻസി കൺവേർഷൻ സിസ്റ്റം അല്ല, ആക്ച്വലി SDRന്റെ കറൻസി ബാസ്ക്കറ്റ് ആണ്. അതായത് നമ്മൾ ആദ്യം SDRന്റെ IMFന്റെ കറൻസി ബാസ്ക്കറ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ IMF എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? IMF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. റൈറ്റ്, ഫണ്ട്, വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നു, ഫണ്ട്. സോ എല്ലാ മെമ്പർ കൺട്രീസും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, IMF ഒരു കാരണവശാലും മറക്കരുത്. അവരുടെ ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് GDPയുടെ ഒരു പോർഷനാണ്. ഓക്കെ, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ GDP ഉണ്ട്. ആ GDPയുടെ ഒരു എത്രമാത്രം GDP ഉണ്ടോ അതിനനുസരിച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അമേരിക്ക ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യമാണ്, അവരാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് 1% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അറൌണ്ട് 1%, അത്രയുമാണ് നമ്മുടെ GDP. സോ ഓരോ രാജ്യവും അവരുടെ GDP ഷെയർ അനുസരിച്ചായിരിക്കും കോൺട്രിബ്യൂഷൻസ് നടത്തുക. പക്ഷെ ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അതായത് ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സിംബാബ്വെ. ഓക്കെ, സിംബാബ്വെ 1990s വരെ ഒരു നല്ല കൺട്രി ആയിട്ട് ഉണ്ടായിരുന്നതാണ്. 1990s എൻഡോട് കൂടി ദ ഫേസ്ഡ് സിവിൽ റെബലിയൻ. അവിടെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ആ കൺട്രി തന്നെ ഏറ്റവും പാവപ്പെട്ട കൺട്രികളിൽ ഒരെണ്ണമായിട്ട് മാറി. നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ പറയാം. സോ അവിടെ സംഭവിച്ചത് എന്താണ്? അവിടുത്തെ കറൻസിയുടെ മൂല്യം മൊത്തമായിട്ട് ഇടിയുന്നു. 3000 അവരുടെ കറൻസി കൊടുത്താൽ മാത്രമേ ഒരു ചായ പോലും ഇന്ന് കിട്ടുള്ളൂ എന്നുള്ള സിനാരിയോയിലേക്ക് മാറുന്നു. ഓക്കെ, ഇങ്ങനെ മാറുമ്പോൾ, അതായത് ഈ കറൻസി പിന്നീട് IMF കിടക്കുന്നതുകൊണ്ട് IMFന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാജ്യം അയാളുടെ കോൺട്രിബ്യൂഷൻ മൊത്തമായിട്ട് തന്നു, അതെല്ലാം അവരുടെ കറൻസിയിലാണ് തരുന്നതെങ്കിൽ ആ കറൻസി നമ്മളുടെ IMF ബാസ്ക്കറ്റ് കിടക്കുന്നു. പക്ഷേ ഈ കറൻസി കൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല, ബിക്കോസ് ആ കൺട്രി തന്നെ കൊളാപ്സ്ഡ് ആയി. സോ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി IMFിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 2 രീതിയിലായിരിക്കണം തരേണ്ടത്. ഒന്നാമത്തെ രീതി, 75%, 100 രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ 75% അവർക്ക് ഓൺ കറൻസിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇന്ത്യയാണെങ്കിൽ റുപ്പീസ് ആയിട്ട് 75% കൊടുക്കുക. ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയുടെ ഒരു ബാസ്ക്കറ്റുമായിട്ടായിരിക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയുടെ ബാസ്ക്കറ്റിനെയാണ് നമ്മൾ നേരത്തെ SDR എന്ന് വിളിച്ചത്. അതിനുവേണ്ടി IMF ക്രിയേറ്റ് ചെയ്ത ബാസ്ക്കറ്റാണ് SDR. ഓക്കെ, സ്റ്റേബിൾ കറൻസിയുടെ ബാസ്ക്കറ്റ്. അതിൻ്റെ കോമ്പിനേഷൻ പലപ്പോഴും പല രീതിയിലാണ്, ബിക്കോസ് ഓരോ ബൈമന്ത്ലി റിവ്യൂ ഒക്കെ ഉണ്ട്. ഈവൻ ദോ ഓൾമോസ്റ്റ് ആ കൺട്രി, ആ കറൻസികൾ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, എന്നാലും പറയാം, US ഡോളർ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയാണ്. യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, ദെൻ ജാപ്പനീസ് യെൻ, ദെൻ ചൈനീസ് റെമിൻബി ഓർ ചൈനീസ് യുവാൻ എന്ന് പറയും. ഈ 5 കറൻസികളാണ് നിലവിൽ ഈ പറയുന്ന ബാസ്ക്കറ്റിലുള്ളത്. ഈ 5 കറൻസിയിലും ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നല്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള കറൻസി US ഡോളർ ആണെങ്കിൽ അവർ പേ ചെയ്യേണ്ടത് ഒരു 30% വരെ US ഡോളറിൽ പേ ചെയ്യണം. ദെൻ
നെക്സ്റ്റ് വാല്യൂ ഉള്ള കറൻസി യൂറോ ആണെന്ന് വിചാരിക്കുക, 28% അത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓരോ ദിവസവും വാല്യൂ മാറുന്നതിനനുസരിച്ച് SDRലേക്കുള്ള കോൺട്രിബ്യൂഷൻ റേറ്റും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നിലവിലുള്ള 5 കറൻസികൾ ഇതാണെന്ന് ഓർത്തേക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഗാറ്റ്സ്, ട്രിപ്സ്, ട്രിംസ് എല്ലാം ഗാറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ആക്ച്വലി സെപ്പറേറ്റ് എഗ്രിമെൻറ്റ്സ് ആയിട്ടാണ് ഈ പറയുന്ന ഗാറ്റ്സ് ആയാലും ട്രിപ്സ് ആയാലും ട്രിം ആയാലും എല്ലാം സെപ്പറേറ്റ് എഗ്രിമെൻ്റ് ആയിട്ടാണ് പിന്നീട് റൈറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഗാറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ല, ഇതൊരു എഗ്രിമെൻ്റ് മാത്രമാണ്. അതിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളേ അല്ല. ഓക്കെ, ദെൻ വിച്ച് ഈസ് ദി അപ്പെക്സ് ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ട്രിപ്സ് എഴുതരുത്. ഇത് വിപ്പോയാണ്, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഓക്കെ, ട്രിപ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള എഗ്രിമെന്റ്സ് ആണെങ്കിൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഒരു സെപ്പറേറ്റ് ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? സെഷൻ ക്ലിയർ ആയിരുന്നു? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. സോ 1 hour കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മളിനി ഡേ ആഫ്റ്റർ ടുമോറോ നമ്മൾ മറ്റൊരു SDR കറൻസീസ് ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, SDR കറൻസീസ് പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കറൻസീസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കറൻസി US ഡോളർ, രണ്ടാമത്തെ കറൻസി യൂറോ, മൂന്നാമത്തെ കറൻസി ബ്രിട്ടീഷ് പൗണ്ട്, നാലാമത്തെ കറൻസി ജാപ്പനീസ് യെൻ, അഞ്ചാമത്തെ കറൻസി ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്ത കറൻസിയാണ് ചൈനീസ് റെമിൻബി എന്നറിയപ്പെടും, ചൈനീസ് യുവാൻ എന്നും പറയും. ഈ കറൻസി ആഡ് ചെയ്യുന്നത് 2016 നവംബർ 1 തീയതി, ഒക്ടോബർ 1 തീയതിയാണ് ടു ബി എക്സാക്ട്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ ദി സെഷൻ. താങ്ക് യു വെരി മച്ച് ഫോർ ദി ടൈം. താങ്ക് യു ഓൾ. വൈൻഡപ്പ് ചെയ്യാമല്ലോ? ഓക്കെ.